അസ്സലാമലൈക്കും. എന്തൊക്കെ പിന്നെ സുഖമല്ലേ എല്ലാവർക്കും? നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേശ്ശെ കൂടി വരുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും താങ്ക്സ്. സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കാണുന്ന വീഡിയോക്ക് വലിയ രീതിയിൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഇതിൽ പറയുന്ന മെസ്സേജിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പോൾ രാവിലത്തെ ചായൻ്റെ കടി ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ അതിനിടയിൽ ചോറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വീട്ടിലിരുന്നിട്ട് 7 ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ കുറി നടത്തുകയാണ്. വീട്ടിലിരുന്നിട്ട് കുറികളൊക്കെ നടത്താറുണ്ട് ഞാൻ. 3 കുറി നടത്തുന്നുണ്ട് നിലവിലിപ്പോൾ. അപ്പോൾ അതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാണ് നടത്തുന്നത് കേട്ടോ. അപ്പം അതിനിടയിൽ വേറെയും കുറേ ബിസിനസ്സുകളുണ്ട്. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് പറയുന്നില്ല. സ്റ്റിച്ചിങ് ചെയ്യും. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാമല്ലോ. ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കുറീനെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പറയുകയാണ്. ഉച്ചക്കത്തേക്കുള്ള ചോറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഇതാ പുറത്തടുപ്പത്തു നിന്നാണ് ആക്കുന്നത്. പുറത്ത് നമ്മളെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അടുപ്പുണ്ട്, അതിൽ നിന്നാണ് ആക്കുന്നത്. പച്ചക്കറിയും മീൻകറിയും ഒക്കെ ആക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ട. ഞാൻ പറയുന്ന മെസ്സേജ് കാര്യമായിട്ട് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്കും വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു രൂപ പോലും മുടക്കാതെ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല, കുറി നടത്തുക എന്ന് പറയും. വീട്ടിലിരുന്നുകൊണ്ട് നമ്മൾ ഗൂഗിൾ പേ വേണം എല്ലാവർക്കും. എന്നാലുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഗൂഗിൾ പേ ഉണ്ടല്ലോ. അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൈസ അയക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എളുപ്പത്തിനാണ് ഗൂഗിൾ പേ വേണമെന്ന് പറയുന്നത്. ഗൂഗിൾ പേ ഇല്ലാത്തവർക്കും നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ട് ഗൂഗിൾ പേ ഒന്നും ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ കുറിയൊന്നും നടത്തിയത്. ഇപ്പോഴല്ലേ ഈ ഒരു ഗൂഗിൾ പേ ഇപ്പോൾ ഫോൺ പേ ഒക്കെ വന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കുറി നടത്തുമ്പോൾ എല്ലാവരും നറുക്കിട്ടിട്ട് ഒരു 10 ആളാണെങ്കിൽ 10 ആളെ നറുക്കിട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് ഒരാൾക്ക് പൈസ കൊടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ നിങ്ങളെ നാട്ടിലും നിങ്ങളെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്കൊക്കെ അതൊക്കെ അറിയാൻ മതിയാവും. എന്നാലും ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല, ചെറിയ രീതിയിൽ പറഞ്ഞു പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കുറി നറുക്കെടുത്തിട്ട് ഇതാ ഒരാളെ സെലക്ട് ചെയ്യാണ്. ഒരാൾക്ക് റുബീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾക്കാണ് നമ്മളെ കുറി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ 3 കുറി നടത്തുന്നുണ്ട് തന്നെ. 20,000ൻ്റെ 2 കുറികളും ഒരു 5,000ൻ്റെ കുറിയാണ് കേട്ടോ നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ കുറി നടത്തുന്നതിൽ നിന്നും എനിക്ക് മാസത്തിൽ 500 രൂപ വരുമാനമുണ്ട്. പിന്നെ മറ്റേ 20,000ൻ്റെ ഒരു കുറിയിൽ നിന്ന് 500 രൂപ ഉണ്ട്. 20,000ൻ്റെ മറ്റേ കുറിയിൽ നിന്ന് 500 രൂപ ഉണ്ട്. പിന്നെ 5,000ൻ്റെ ഒരു കുറിയിൽ നിന്ന് 2,000 എന്നായിപ്പോയി, 200 രൂപയുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 1,200 രൂപ എനിക്ക് മാസത്തിൽ വരുമാനമുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ അറിയാതെ കിട്ടുന്ന പൈസയാണ്. എനിക്ക് വലിയ റിസ്ക് ഒന്നുമില്ല. വെറും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയും അവരെ ഫോണിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടും ഒക്കെയാണ് ഞാൻ പൈസ വാങ്ങാറ്. നമ്മൾ ആദ്യം തന്നെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അതൊരു ഉപകാരമാവും. പിന്നെ അതിനിടയിൽ കൂടി ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് നൈറ്റി അടിച്ചതാണ് കേട്ടോ. ഇത് ആൽഫൈൻ്റെ തുണിയാണ്, നല്ല ക്ലോത്താണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞുതരും. അത് നിങ്ങൾക്കൊരു ഉപകാരമാവും. നിങ്ങൾക്കും വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിയാലോ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. നമ്മളെ കുറീൻ്റെ കാര്യം തന്നെ ഞാൻ മുഴുവനാക്കുകയാണ്. കുറി നടത്താൻ വാട്സപ്പ് ഗ്രൂപ്പ് നിർബന്ധമാണ്. എല്ലാവർക്കും ഗ്രൂപ്പിലാണ് എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്യുക. ഗ്രൂപ്പ് തുടങ്ങിയിട്ട് എല്ലാവരെയും വിളിച്ച് ചോദിക്കുക. തുടങ്ങാൻ കുറി നടത്തുന്നുണ്ട് ഞാൻ, താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എല്ലാവരെയും ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറി എത്ര രൂപേൻ്റെ കുറിയാണ് നടത്തുന്നതെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് നിങ്ങൾ അവരോട് പറയണം. നിങ്ങളെ ഫ്രണ്ട്സിനെ, നിങ്ങളെ അയൽവാസികളെ, കൂട്ടുകാരെ ഒക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കുറി നടത്തേണ്ടത്. അറിയാത്ത ആരുമായിട്ട് നടത്തരുത്, പെട്ടുപോകും. പിന്നെ അറിയാത്തവരുമായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ പരിചയമെങ്കിലും വേണം. അല്ലാതെ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മളെ പൈസ കുറിയൊക്കെ നറുക്ക് കിട്ടിയിട്ട് അവർക്ക് കൊടുത്ത പൈസയായിട്ട് അവർ മുങ്ങിയ നമ്മൾ കുടുങ്ങല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഈ കുറിയെക്കുറിച്ചിട്ടുള്ള A to Z കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ
ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു തരുള്ളൂ. നിങ്ങൾക്കൊക്കെ ഇത് നടത്തണം, ഒരു 10 രൂപ നമുക്ക് ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല എന്നൊക്കെ തോന്നുന്ന പോലാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ തുടർന്ന് ചെയ്യുള്ളൂ. A to Z കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ മറന്നു ആദ്യം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.